ഈ കഴിഞ്ഞ ദിവസത്തെ എറണാകുളം യാത്രയിൽ എൻ്റെ സീറ്റിലൊപ്പം ഉണ്ടായിരുന്ന ചേച്ചി അവരുടെ കഥ പറഞ്ഞു തുടങ്ങി പരിചയപ്പെട്ടതിന് ശേഷം. അതായത് ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ സ്വീപ്പർ പോസ്റ്റിൽ ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. ഭർത്താവ് മരണപ്പെട്ടു, മകൻ ഏക മകനാണ്. ജോലി ചെയ്ത് വരവെയുള്ള ചെറിയ സമ്പാദ്യത്തിൽ നിന്നും ഒരു തുക മാറ്റിവെച്ചിട്ട് 5 സെൻറ്റ് നിലനികത്ത് പുരയിടം വാങ്ങി റിട്ടയർ ചെയ്ത ക്യാഷ് ഉപയോഗിച്ച് അവർ അതിലൊരു ചെറിയ വീട് വെച്ചു. മകൻ വിദ്യാഭ്യാസത്തിലൊന്നും വലിയ താല്പര്യമില്ലാതിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം വിദേശത്ത് ജോലി നോക്കാൻ പോയി. പക്ഷേ വലിയ സമ്പാദ്യമൊന്നുമില്ലാതെ വർഷങ്ങൾക്ക് ശേഷം തിരികെ നാട്ടിലെത്തി. നാട്ടിൽ വന്നതിന് ശേഷം ബോംബെയിൽ ഒരു റിലേറ്റീവിനോടൊപ്പം അദ്ദേഹം ജോലിക്ക് പോയി. അവിടെ വെച്ചൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. രജിസ്റ്റർ മാരേജ് കഴിച്ചു വീട്ടിൽ കൊണ്ടുവന്നു. ശരിക്കും ഈ ചേച്ചിയുടെ കഷ്ടകാലം അവിടെ തുടങ്ങിയെന്ന് പറയാം. അതായത് ഈ പെൺകുട്ടിയുടെ കണ്ണിലെ കരടായി മാറി അവർക്ക് ഫോൺ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. മകനും അതനുസരിച്ച് ബിഹേവ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ഇവർ ആകെ ധർമ്മസങ്കടത്തിലായി. ഈ ഫോൺ മകൻ വാങ്ങിവെച്ചു. വേറൊരു റിലേറ്റീവ് ഈ വിവരം അറിഞ്ഞിട്ടൊരു ഫോൺ വാങ്ങിക്കൊടുത്തു. അതും മകൻ കൈക്കലാക്കി. ശരിക്കും ഒരു വീട്ടുജോലിക്കാരിയുടെ റോളിലേക്ക് ആ ചേച്ചി ഒതുക്കപ്പെട്ടു എന്ന് പറയാം. അതൊന്നുമല്ല, അതിനുശേഷം അവർ പറഞ്ഞ കാര്യമാണ് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി എന്നെ വല്ലാതെ മാനസികമായി ഹോണ്ട് ചെയ്യുന്നതും ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണമായതും. അതായത് ഈ മകനൊരു മകളുണ്ട്. പ്രായത്തിൽ കവിഞ്ഞ വളർച്ചയുള്ള കുട്ടിയാണ്. ഈ അച്ഛനും അമ്മയും ഇരിക്കുന്ന സമയം ആ കുട്ടി എന്നെ നോക്കി ചിരിക്കും എന്ന് അവർ പറഞ്ഞു. അപ്പോൾ കൗതുകത്തോടെ ഞാൻ ചോദിച്ചു, അപ്പോൾ ചേച്ചി എങ്ങനെ പ്രതികരിക്കും? അപ്പോൾ അവർ പറഞ്ഞത്, ഞാനും ചിരിക്കും, പക്ഷേ സംസാരിക്കാറില്ല. കാരണം എൻ്റെ മകനോ മരുമകളോ ഇതറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വലിയ കലഹം നടക്കും. എന്താ അല്ലേ, ഒരു കൊച്ചുകുട്ടി അതിൻ്റെ സ്വന്തം മുത്തശ്ശിയോടെ ഒന്ന് നന്നായി സംസാരിക്കാനോ ചിരിക്കാനോ ഒന്നും സ്വാതന്ത്ര്യമില്ലാതെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്നു. അത് മുത്തശ്ശിയോ തൻ്റെ പേരക്കുട്ടിയെ ഒന്ന് ലാളിക്കാനോ ഓമനിക്കാനോ അതിനിഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനോ അതിന് നല്ല കഥകൾ പറഞ്ഞു കൊടുക്കാനോ ഒന്നും പറ്റാത്ത ഒരു നിസ്സഹായ അവസ്ഥയിൽ അവർ നിൽക്കുന്നു. നമസ്കാരം, ഞാൻ മായാപിള്ള. വെൽക്കം ടു മായാസ് മാൻ ടോക്ക്. 2 ടൈപ്പ് ഫാമിലീസ് ഉണ്ട് നമുക്ക് സമൂഹത്തിൽ. ഫങ്ഷണൽ ഫാമിലിയും ഡിസ്ഫങ്ഷണൽ ഫാമിലിയും. അതിൽ ഡിസ്ഫങ്ഷണൽ ഫാമിലിയുടെ ഒരു നേർക്കാഴ്ചയാണ് ഞാൻ ബസ്സിൽ പരിചയപ്പെട്ട ആ ചേച്ചിയുടെ കുടുംബം. ഇങ്ങനെയുള്ള ഫാമിലിക്ക് ചില പ്രത്യേകതകളുണ്ട്. അവിടെ ഒരിക്കലും ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാറില്ല. അതായത് ഒന്നുകിൽ അവർ സംസാരിക്കാറില്ല, അല്ലെങ്കിൽ സംസാരിച്ചാൽ നമ്മൾ ഗ്രാമ്യ ഭാഷയിലൊക്കെ പറയുന്നത് പോലെ മുള്ളും മുനയും വെച്ചുള്ള സംസാരമായിരിക്കും. അതൊരു കലഹത്തിലേ ചെന്ന് അവസാനിക്കുകയുള്ളൂ. ഇവരുടെ ജീവിതത്തിൽ ഈ കലഹം നിത്യസംഭവമായിരിക്കും, സംഘർഷങ്ങളും കലഹങ്ങളും. ഇങ്ങനെയുള്ള വ്യക്തികളിൽ, ഇങ്ങനെയുള്ള ഡിസ്ഫങ്ഷണൽ ഫാമിലീസിൽ ഉള്ള വ്യക്തികളിൽ ഒരു കാർമേഘം മൂടിക്കെട്ടിയ പോലെ ഒരു മാനസികാവസ്ഥയായിരിക്കും. കാരണം ദ വെരി നെക്സ്റ്റ് മൊമെൻറ്റിൽ, തൊട്ടടുത്ത നിമിഷം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാത്ത ഒരു ഉത്കണ്ഠ അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ അവസരങ്ങളൊക്കെ, അതായത് അവരുടെ ജീവിതത്തിൽ ഔന്നത്യം ഉണ്ടാകാൻ പറ്റുന്ന അവസരങ്ങൾ, അതിന് വേണ്ട അവസരങ്ങളൊക്കെ മുന്നിൽ നിന്നാൽ പോലും അവർക്കത് കാണാൻ പറ്റില്ല. കാരണം മെൻ്റലി ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കും. പരസ്പരം അംഗങ്ങൾ തമ്മിൽ കുറ്റം കണ്ടുപിടിക്കാനുള്ള പ്രവണതയായിരിക്കും. എന്നിട്ട് അത് എക്സാജറേറ്റ് ചെയ്ത് ആഘോഷിക്കും. വീണ്ടും വീണ്ടും ഫാമിലിയിൽ വളരെ പ്രശ്നത്തിലേക്ക് പോവുകയും ചെയ്യും. ഇവരെപ്പോഴും റെക്ലെസ് ആയിരിക്കും. അതായത് വീണ്ടും വരുംവരാഴിയെ ചിന്തിക്കാതെ, വീണ്ടും വിചാരമില്ലാതെ ഉള്ള ഇടപെടലെന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ എന്താണ് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് ചിന്തിക്കാത്ത സംസാര രീതികളായിരിക്കും, പെരുമാറ്റങ്ങളായിരിക്കും ഇവരുടെ ഭാഗത്തുണ്ടാകുക. ഇവരുടെ റിലേറ്റീവ്സിൻ്റെ അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ഏതെങ്കിലും ഫംഗ്ഷനുകൾക്കൊക്കെ ഇവരെ ക്ഷണിച്ചാൽ ഒരിക്കലും അതിൽ പങ്കെടുക്കാതെ മാറി നിൽക്കാനുള്ള ഒരു പ്രവണതയായിരിക്കും. കാരണം ഇവരൊറ്റപ്പെട്ട് നിൽക്കാനുള്ള പ്രവണതയാണ് എപ്പോഴും. അഥവാ പങ്കെടുത്താൽ തന്നെ അവിടെ എല്ലാവരുമായിട്ടും സഹകരിച്ചു പോകാതെ ഇവരുടെ ഒരു വൈബിലുള്ള, ഇവരുടെ ഒരു തലത്തിലുള്ള ആൾക്കാരുമായി മാത്രം സംവദിച്ചിട്ട് സഹകരിച്ചിട്ട് പോരുക മാത്രമേ ചെയ്യാറുള്ളൂ. അങ്ങനെയുള്ള വീടുകളിലെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്. കാരണം കുട്ടികളുടെ വാക്കുകൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ഫാമിലി ആയിരിക്കും. അവർക്ക് ജീവിതം തന്നെ മീനിങ്ലെസ് ആയി തോന്നും. ഇത് ഏറ്റവും കൂടുതൽ അവരുടെ പേഴ്സണാലിറ്റിയെ വളരെ ദോഷകരമായി ബാധിക്കും. അതായത് പിന്നീട് ഈ കുട്ടികൾ ഹയർ എഡ്യൂക്കേഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ കൂടുതൽ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴോ ഒക്കെ ഒരു അപകർഷതാബോധം അവരിൽ എപ്പോഴും ചൂഴ്ന്നു നിൽക്കുന്നുണ്ടാകും. അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡറായി തന്നെ മാറും. ഇനി ഫങ്ഷണൽ ഫാമിലിയിലേക്ക് വന്നാലോ, അവിടെ സ്നേഹം കൊണ്ട് കൂട്ടിക്കെട്ടിയ ഒരു ഫാമിലി ആയിരിക്കും, ബന്ധങ്ങളായിരിക്കും അവിടെ അംഗങ്ങൾ തമ്മിൽ.
ആ ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. എപ്പോഴും അവർ പരസ്പരം കാര്യങ്ങൾ തുറന്ന് പറയുന്ന ഒരു ശൈലിയായിരിക്കും. പരസ്പരം അംഗീകരിച്ചും റെസ്പെക്റ്റ് ചെയ്തും ഒക്കെയുള്ള ഒരു രീതികളായിരിക്കും ഫങ്ഷണൽ ഫാമിലിയിലുള്ള ഉണ്ടാവുക. കുട്ടികൾക്ക് കൂടുതൽ ബഹുമാനവും അവർക്ക് കൂടുതൽ അംഗീകാരവും ഒക്കെ കൊടുക്കും. അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കുന്ന ഫാമിലി ആയിരിക്കും. ഇനി ഒരു ഉദാഹരണം പറയാം. ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ കണ്ട കാഴ്ചയാണ്. ഞാൻ അവരുമായി സംസാരിച്ചിരിക്കുമ്പോൾ വൈകിട്ട് സ്കൂൾ വിട്ട് കുട്ടികൾ വന്നു. അവർ പുറത്തെ റാക്കിൽ ഷൂ അഴിച്ചു വെച്ചിട്ട് അകത്ത് കയറി അമ്മയോട് ചോദിച്ചു, അതായത് എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, അച്ഛൻ വന്നില്ലേ അമ്മ? അപ്പോൾ അവർ പറഞ്ഞു വന്നിട്ടില്ല. കുട്ടികളകത്തേക്ക് ഫ്രഷ് ആകാൻ പോയി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവരുടെ ഹസ്ബൻഡ് വന്നു. എന്നോട് സൗഹൃദ ഭാവമൊക്കെ കാണിച്ചിട്ട് എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, കുട്ടികൾ വന്നില്ലേടോ? അപ്പോൾ അവർ പറഞ്ഞു വന്നിട്ടുണ്ട്, അവർ ഫ്രഷ് ആകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ബാഗ് തുറന്നിട്ട് ഒരു പൊതിയെടുത്ത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കൈ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഒരു സ്നേഹശാസനയോടെ, അതായത് ഇത് എണ്ണപ്പലഹാരമാണ്, കൂടുതൽ കഴിക്കണ്ട. അമ്മ ആ പൊതി തുറന്നിട്ട് പരിപ്പ് വടയാണ്, കഴിഞ്ഞ ദിവസം അമ്മ പരിപ്പ് വട ആവശ്യപ്പെട്ട് അദ്ദേഹം വാങ്ങിക്കൊണ്ട് വന്നതാണ്. അമ്മ ഒരു ചിരിയോടുകൂടി ഇതെല്ലാം അടുത്തിരുന്ന് ഞങ്ങൾക്കൊക്കെ വീതിച്ചു തന്നു. ശരിക്കും അവിടെ എന്തോ ഒരു പോസിറ്റീവ് വൈബ് എനിക്ക് തോന്നി. കാരണം ഈ കുട്ടികൾ കയറി വന്നപ്പോൾ അവർ ചോദിക്കുന്നു അച്ഛൻ വന്നില്ലേ? അതുപോലെ കുട്ടികളുടെ അച്ഛൻ വന്നപ്പോൾ ചോദിക്കുന്നു കുട്ടികൾ വന്നില്ലേ? അവിടെ ഒരു ഇമോഷണൽ സെക്യൂരിറ്റി എനിക്ക് ഫീൽ ചെയ്തു. ഒരു വൈകാരികമായൊരു സുരക്ഷിതത്വം ആ ഫാമിലി മെമ്പേഴ്സ് അനുഭവിക്കുന്നത് പോലെ. ഇവർക്കൊരു കോമൺ ഗോൾ ഉണ്ടാകും. അതായത് ഓരോ ഫാമിലി മെമ്പേഴ്സിനെയും ഔന്നത്യത്തിലേക്ക് നയിക്കത്തക്ക ഐശ്വര്യത്തിലേക്ക് പോകേണ്ട ഒരു ഗോൾ ഉണ്ടാകും. അത് ഓരോരുത്തർക്കും ഓരോ മെമ്പേഴ്സിനും അത് നല്ല ബോധ്യവും ഉണ്ടായിരിക്കും. പരസ്പരം എപ്പോഴും ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ പോലും ആ മെമ്പേഴ്സ് തമ്മിലുള്ള ഒരു ഐക്യവും ഒരു റെസ്പെക്റ്റും ഒക്കെ ആ കുട്ടികളിലും വളരെ പോസിറ്റീവായിട്ട് അവരുടെ പേഴ്സണാലിറ്റിയിൽ അത് സ്വാധീനം ഉണ്ടാക്കും. സമൂഹത്തിലോട്ട് ഇറങ്ങി പ്രവർത്തിക്കുമ്പോഴും കുട്ടികൾക്ക് ഒരു പരസ്പര സ്നേഹവും മറ്റുള്ളവരെ അംഗീകരിക്കാനും ബഹുമാനിക്കാനും ഒക്കെയുള്ള ഒരു ത്വരയും അതുപോലെ ഒരു ഉപകാര സ്മരണയും സത്യസന്ധതയും ഒക്കെ ഉള്ള കുട്ടികളായിട്ട് തന്നെ അവർ വളർന്നു വരും. ഇനി ഈ ഡിസ്ഫങ്ഷണൽ ഫാമിലിയിൽ ഉള്ളവരെന്നും ഡിസ്ഫങ്ഷണൽ ഫാമിലിയിലെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സുമായിട്ട് പ്രത്യേകതകളുമായിട്ട് മുന്നോട്ട് പോകണമെന്നില്ല. അതിൽ ഏതെങ്കിലും ഒരു അംഗത്തിനെങ്കിലും സ്വയം തോന്നുകയോ അല്ലെങ്കിൽ ഈ ശരിയല്ല ഈ പോക്കെന്ന് സ്വയം തോന്നുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൗൺസിലറുടെയോ മറ്റോ സഹായത്തോടു കൂടി മാറുകയോ ചെയ്താൽ, അതായത് അവരുടെ ഒരുപാട് തെറാപ്പികളുണ്ട്, ഫാമിലി തെറാപ്പികൾ, ഇൻഡിവിജ്വൽ തെറാപ്പികളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള അംഗങ്ങളെ, അതായത് ഇങ്ങനെയുള്ള വ്യക്തികളുടെ മാനസിക നിലയെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പരസ്പര സഹകരണവും സ്നേഹവും സത്യസന്ധതയും മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള ഒരു പ്രവണതയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ അവരെ തന്നെ ഒന്ന് റിയലൈസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരുപാട് തെറാപ്പികളുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ഒന്ന് മാറിക്കിട്ടിയാൽ ശരിക്കും അവരും അവരുടെ സ്വാധീന വലയത്തിലുള്ള ആളുകളും മാറിയാൽ തന്നെ കൂരിരുട്ടിലെ ഒരു മെഴുകുതിരി വെളിച്ചം പോലെ അതൊരു നല്ല തുടക്കമായിരിക്കും. എല്ലാ ഫാമിലിയും എല്ലാവരും ഐശ്വര്യമായി സന്തോഷമായി കഴിയട്ടെ എന്ന് ആശംസിക്കാം. നമസ്കാരം.